ഹലോ. അപ്പോളേ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിനകത്ത് നമ്മൾ ക്രോഷയുടെ ബേസിക്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ലിപ്പ് നോട്ട്, ചെയിൻ സ്റ്റിച്ച്, പിന്നെ സിംഗിൾ ക്രോഷേ, ഇത്രയാട്ടോ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇപ്രാവശ്യം ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ, എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. പിന്നെ അത് നിങ്ങൾക്ക് ക്ലിയർ അല്ല, ഓക്കെ ആയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല ഓക്കെ ആവുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇനി ഇത്രയും കൂടെ നല്ല സൂം ആയിട്ട് കാണണം, അങ്ങനെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടതിൻ്റെ ഏറ്റവും പുറകിൽ നിന്ന് എൻഡ് ചെയ്തതിൻ്റെ അവിടെ നിന്ന് പുറകോട്ട് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റിച്ച്, ആ സെക്കൻഡ് സ്റ്റിച്ചിലോട്ട് ആദ്യം തന്നെ നമ്മൾ ഹുക്കിനെ ഒന്ന് യാൺ ഓവർ ചെയ്യണം. യാൺ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് ആ സെക്കൻഡ് സ്റ്റിച്ചിനകത്തോടുകൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് അതിലൂടെ തന്നെ യാണിനെ അങ്ങ് വലിച്ചെടുക്കണം. അപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടും. ആ 3 ലൂപ്പിൻ്റെ കൂടെ നമ്മൾ വീണ്ടും യാണിനെ കണ്ടോ 3 ലൂപ്പ്, ആ 3 ലൂപ്പിനുള്ളിൽ കൂടെ വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 3 ലൂപ്പിൽ കൂടിയും ഒറ്റയടിക്ക് അങ്ങ് വലിച്ചെടുക്കണം. കണ്ടോ? അങ്ങനെ ഫസ്റ്റ് ടൈം നമുക്ക് ഒറ്റയടിക്ക് നമുക്കത് യാണിനെ വലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്യണു, അടുത്ത സ്റ്റിച്ച് കൗണ്ട് ചെയ്യണു, അതിനുള്ളിലൂടെ തന്നെ യാണിനെ അങ്ങ് വലിച്ചെടുക്കുന്നു. അപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടും. ആ 3 ലൂപ്പിലൂടെ കിട്ടുന്ന ആദ്യത്തെ 2 ലൂപ്പിലൂടെ നമുക്ക് യാണിനെ പുറത്തേക്ക് വെച്ചിട്ട് പിന്നെ വീണ്ടും ആ 3ാമത്തെ ലൂപ്പിൽ കൂടെ അങ്ങ് വലിച്ചെടുക്കാം. അതായത് ഒറ്റ ടൈം നമുക്ക് അത് പറ്റിയില്ല 3 ലൂപ്പിലൂടെയും വലിക്കാമെങ്കിൽ ആ 2എണ്ണത്തിലൂടെ കടത്തിയതിന് ശേഷം നമുക്ക് 3ാമത്തേലേക്ക് വയ്ക്കാം. അങ്ങനെ ഓക്കെ അല്ലേ? യാൺ ഓവർ, ദെൻ പുൾ ത്രൂ 2 ലൂപ്സ്, ദെൻ അഗെയിൻ ആ ലെഫ്റ്റ് ചെയ്യുന്ന ലൂപ്പ്. കണ്ടോ? ഇതാണ്. ഇനി കുറച്ചും കൂടെ സ്പീഡിൽ കാണിക്കാം കേട്ടോ. ഇനി നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ. എന്തായാലും ഞാനൊരു ലേണറാണ്, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ പറയാം കേട്ടോ. അത്രയും ഞാൻ എനിക്ക് കാണിക്കാം. ഓക്കെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഒത്തിരി പേര് എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിൽ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡബിൾ ക്രോഷേ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ, ഇഷ്ടമുള്ളവർക്ക് ക്രോഷ് പഠിക്കണം എന്ന് ഇഷ്ടമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ. ഹലോ, പിന്നെ ഒരു കാര്യം കൂടെ വിട്ടു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യണമെന്ന് വീണ്ടും ഒന്നും കൂടെ മെൻഷൻ ആക്കാം കേട്ടോ. മാജിക് നീഡിൽ എന്ന സൈറ്റിൻ്റെ പേര്. ഇത് വന്നിട്ട് നമുക്ക് കോട്ടൺ 6 പ്ലൈ ആണ് കേട്ടോ ആ ബ്രാൻഡിൻ്റെ.